ഇന്നത്തെ എപ്പിസോഡിൽ അനന്തപുരി തറവാട്ടിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ആദർശ് വരുന്നത് നയനയുടെ വീട്ടിലേക്കാണ്. അപ്പോൾ ആദർശ് വരുന്നത് കാണുമ്പോൾ തന്നെ നയനയുടെ അച്ഛനും അമ്മയും നയനെ മോളെ അത് ആദർശ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു വരുത്തു കേട്ടോ. അങ്ങനെ ആദർശ് വന്നിട്ട് പറയും, എൻ്റെ അമ്മ എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു, നിങ്ങളെല്ലാവരും മറച്ചു വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അമ്മ എന്നോട് ഇവളേനെയും കൂട്ടിയിട്ട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അതിനല്ല വന്നത്, ഇവളേനായിട്ടുള്ള ബന്ധം ഇങ്ങനെ എന്നേക്കും വേണ്ടാന്ന് വെക്കാനും അതിന് ഞാൻ മനസ്സുകൊണ്ട് പാകപ്പെട്ട് കഴിഞ്ഞു. എനിക്ക് നയനോടൊന്ന് സംസാരിക്കണം, അതിന് സമയം ഉണ്ടാവുമോ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നയന പറയും ആദർശേട്ടൻ വായോ എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് പോകട്ടോ. അപ്പോൾ ആദർശേട്ടൻ എന്നിട്ട് നയന പറയും, എനിക്ക് ആദർശേട്ടനെ പിരിയാൻ പറ്റില്ല, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്നെ എത്ര വേണമെങ്കിലും ശിക്ഷിച്ചോ, പക്ഷേ എന്നോട് ഡിവോഴ്സ് മാത്രം ചെയ്യരുത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അപ്പോൾ ആദർശം ഇങ്ങനെ ഇപ്പോൾ പറയുന്നതൊക്കെ കേട്ട് നിൽക്കും. അപ്പോൾ നയന പറയും, എന്നെ അമ്മ സ്നേഹിച്ച് നടക്കുമ്പോൾ അമ്മ എന്നോട് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, അത് ഞാൻ അമ്മേനെ ചതിക്കരുതെന്ന് വെച്ചിട്ടാണ് ആദർശേട്ടനോട് പറയാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കൈ കൂപ്പിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അത് ആദർശ് നയനയുടെ കൈമ പിടിച്ചിട്ട് ഇങ്ങനെ പറയും, നീ എന്തിനാ എന്നോട് ഇതാക്കണേ, നിന്നെ ഒന്ന് വിഷമിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാനായിട്ട് ഓരോ സത്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് വന്നപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി, നീ എന്നോട് മറച്ചു വെച്ചതിൽ. പിന്നെ നിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും വീട്ടിലുള്ളവരും എല്ലാവരും എന്നെ കുറേ പട്ടം കളിപ്പിച്ചുവല്ലോ, ഞങ്ങളോടൊക്കെ മറച്ചു വെച്ചില്ലേ, അതിന് വേണ്ടിയിട്ട് അവരെയൊക്കെ ഒന്ന് വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചു. ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് വന്നത് നിന്നെ കൂട്ടി കൊണ്ടുപോകാനാന്ന് ഞാൻ അമ്മോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയട്ടോ. അപ്പം നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവും. എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം നയന ആദർശിനോട് പറയുകയാണ്. അങ്ങനെ നയനേനെയും കൂട്ടി ആദർശ് തിരിച്ച് കനകയുടെയും ഒക്കെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയും, ഹിളേനായിട്ട് ഞാൻ പോവുകയാണോ ചോദിക്കുമ്പോൾ എങ്ങോട്ടാ മോനെ ചോദിക്കും. അപ്പോൾ പറയും, ഞങ്ങൾ വക്കീലിനെ കാണാൻ പോവുകയാണ്, മ്യൂച്വൽ ഡിവോഴ്സിന് അവൾക്ക് താല്പര്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പറയുമ്പോൾ കനക അയ്യോ മോനെ അങ്ങനെ പറയരുതെന്നൊക്കെ പറയട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കുറേ കുരങ്ങ് കളിപ്പിച്ചതല്ലേ, അപ്പോൾ നിങ്ങളെന്നെ ഒന്ന് ടെൻഷൻ അടുപ്പിക്കാൻ വെച്ചിട്ട് ഞാൻ വന്നതാണ്, ഞാൻ ഇവളേനായിട്ട് വീട്ടിലേക്ക് പോവാം, ഇവളേനെയും കൊണ്ട് വന്നില്ലെങ്കിൽ എൻ്റെ അമ്മ പിന്നെ എന്നെ അവിടെ പൊറപ്പിക്കില്ല എന്നൊക്കെ അങ്ങനെ പറയും. അങ്ങനെ നയനേനായിട്ട് ആദർശ് വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അനാമിക ആകെ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇവളും വരുന്നത് കണ്ടിട്ട്. അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ.